ശ്രീലങ്കയ്ക്കെതിരായ 2020 ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. 3 മത്സരങ്ങൾ വീതമുള്ള ഏകദിന 2020 പരമ്പര 27-നാണ് ആരംഭിക്കുന്നത്. 2020-യിൽ നിന്ന് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കഴിഞ്ഞ ദിവസം വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. ഏകദിന പരമ്പരയിൽ നിന്ന് വിശ്രമം വേണമെന്ന് കോഹ്ലിയും രോഹിത്തും ആവശ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുണ്ടായിരുന്നത്. 2020 ലോകകപ്പിന് ശേഷം വിശ്രമത്തിലാണ് ഇരുവരും. എന്നാൽ ഏകദിന പരമ്പരയിൽ നയിക്കാൻ രോഹിത് ശർമ്മ വേണമെന്നാണ് മുഖ്യ പരിശീലകനായ ഗൗതം ഗംഭീർ ആവശ്യപ്പെടുന്നത്. ഗംഭീർ പരിശീലകനായ ശേഷമുള്ള ആദ്യത്തെ പരമ്പരയാണിത്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനായി രോഹിത് വരണമെന്നാണ് ഗംഭീർ ആവശ്യപ്പെടുന്നത്. കളിക്കാൻ തയ്യാറാണെന്ന് രോഹിത്തും അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ വിരാട് കോഹ്ലി പരമ്പരയ്ക്ക് ഉണ്ടാവില്ല. ഗംഭീർ പരിശീലകനായ ശേഷം കോഹ്ലിയോട് ഔദ്യോഗികമായി സംസാരിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. അതേസമയം രോഹിത് ശർമ്മയോട് ഗംഭീർ ആശയവിനിമയം നടത്തിയെന്നും ശ്രീലങ്കൻ പരമ്പരയിൽ കളിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തുവെന്നാണ് വിവരം. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ കോഹ്ലിയോട് ഗംഭീർ അകലം പാലിച്ചിരിക്കുകയാണ്. നേരത്തെ IPL-ന്റെ നിരവധി തവണ ഏറ്റുമുട്ടിയവരാണ് കോഹ്ലിയും ഗംഭീറും. അതുകൊണ്ട് തന്നെ ഇരുവരും നല്ല ബന്ധത്തിലല്ല. കോഹ്ലിയെ ഒതുക്കാൻ ഗംഭീർ ശ്രമിക്കുമെന്നുറപ്പാണ്. ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനാവുമെന്ന റിപ്പോർട്ട് സജീവമായതോടെയാണ് കോഹ്ലി 2020-യിൽ നിന്ന് വിരമിച്ചത്. ഗംഭീർ പരിശീലകനായാൽ കോഹ്ലിയെ 2020 കളിപ്പിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം നേരത്തെ തന്നെ ഇത്തരമൊരു നീക്കം നടത്തുകയായിരുന്നു. കോഹ്ലിയെ ടെസ്റ്റിലേക്ക് മാത്രമായി ഒതുക്കാൻ ഗംഭീർ ശ്രമിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമായി ഉയരുന്നുണ്ട്.